ഹായ്, ഞാൻ ശ്രീദേവി. ഇന്ന് ചക്കോനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേപ്പാൾ ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ, കാരണം ഒരുപാട് യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അത് പേരിൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കാൻ. ആകെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മതി. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി നേരാക്കി വെക്കുന്നുണ്ട്. ചെറിയ ഉള്ളിനെ എടുക്കുന്നുള്ളൂ, ചെറിയ 2 ഉള്ളിയാണ് എടുക്കുന്നത്. ജീരകപ്പൊടി വേണം, കസ്തൂരി മേന്തി വേണം, മല്ലിയില വേണം. ഇപ്പോൾ വലിയുള്ളി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൈരും വലിയുള്ളിയും മല്ലിയിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു പാക്കറ്റ് തൈരാണ് ഞാനതിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഒരു ലേശം തൈര് കുറവായി, അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ലേശം ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കൂടാതെ മുളക് പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ലേശം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതിൽ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് നമ്മുടെ തിക്കിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പും എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം. കസ്തൂരി മേന്തി ഇടുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചു ഇത്തിരി കയ്ക്കുന്നൊക്കെ, പക്ഷേ കയ്പ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസാൻ വേണ്ടി ഞാൻ ആ സ്പൂണും വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കും. അതിനുശേഷം കസ്തൂരി മേന്തി, അതിനുശേഷം ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ വെച്ചതിലോട്ട് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇതൊരു മെയിൻ ഡിഷായിട്ട് നമ്മൾ മലയാളീസിന് ഇഷ്ടാവില്ല. ഇത് ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമേ നമുക്ക് ഇഷ്ടാവുള്ളൂ. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാവുന്നുള്ളൂ നമുക്ക്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ അതിലിട്ടോളൂ കേട്ടോ. താങ്ക് യു.